എന്തൊക്കെയായിരുന്നു. പിന്നെ തന്ത്രപരമായി വേണം ഇനി ഓരോ നീക്കങ്ങളും. ഒരു കാരണവശാലും അവനെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുന്നത് ബുദ്ധിയല്ല. കാരണം നമ്മളെക്കാളും ബ്രില്യൻ്റ് ആണ് അവൻ. അപ്പോൾ അവനേക്കാളും ബ്രില്യൻ്റ് ആയ ഒരു പ്ലാൻ വേണം നമ്മൾ തയ്യാറാക്കാൻ. അണ്ടർസ്റ്റാൻഡ്? വെരി ഗുഡ്. അയ്യോ, ഞാൻ ഫോൺ എങ്ങനെ കണ്ടുപിടിക്കുന്നേ? എവിടെ പോയില്ലാരും? ആരെയും കാണുന്നില്ലല്ലോ. ഞാൻ കണ്ടുപിടിച്ചു. അയ്യേ, താനായിരുന്നാ? ഞാൻ വിചാരിച്ചു. ഒരു പ്ലാൻ ആയിട്ടുണ്ട് ബോസ്. ആണോ? പറഞ്ഞു കൊടുക്കണോ? ഓ, സോഫ്റ്റ്വെയർ. I'm not using it. ആണോ? Still I mean ഇട്ടിട്ടില്ല. ഈ ലാപ്ടോപ്പിനുള്ളിലെ CCTV ഫുട്ടേജിൽ എല്ലാം ഉണ്ട്. ആണോ? റൈറ്റ്. അന്ന് തിയേറ്ററിലെ ഏറ്റവും താഴ്ന്ന ക്ലാസ്സിലിരുന്നാണല്ലോ നമ്മൾ സിനിമ കണ്ടത്. അതെ. ഉള്ളിലേക്കുള്ള ഡോറിന് മുകളിൽ ഒരു CCTV വെച്ചിരുന്നത് അന്നെന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഭാഗ്യമായി. ആ ഫുട്ടേജ് ഈ ലാപ്ടോപ്പിൽ കിട്ടിയിട്ടുണ്ട്. അന്നത്തെ ദിവസം ആദ്യത്തെ ഷോ ആണ് നമ്മൾ കണ്ടത്. അതെ. അന്നേ ദിവസം അതേ ക്ലാസ്സിൽ ഏതെങ്കിലും ഒരു ഷോ കാണാമെന്ന ഒരുത്തന്റെ കയ്യിലേക്ക് നമ്മുടെ ഫോൺ. അന്നത്തെ ദിവസം ഷോ കാണാമെന്ന എല്ലാവരുടെയും ഫേസ് ഈ CCTV ഫുട്ടേജിൽ കാണാൻ കഴിയുമോ? I can show you. ഷോ Yes. സീരിയസ്? അല്ലാതെ ഇത്രയും ആൾക്കാരുടെ കൂട്ടത്തിൽ വെച്ച് അന്ന് നമ്മുടെ മൊബൈൽ ഫോൺ അടിച്ചു മാറ്റിയവൻ എങ്ങനെ കണ്ടുപിടിക്കും? കണ്ടുപിടിക്കും ബോസ്. അതിന് വഴിയുണ്ട് അല്ലേടോ? വീണ്ടും ഒരു മെസ്സേജ്. പാക്കറ്റ് റെഡി അറ്റ് MG Road 4:30 AM. ഡീറ്റെയിൽ ഫോളോസ്. പാക്കറ്റ് റെഡി? എന്തായിരിക്കും പാക്കറ്റില്? എന്തായാലും കള്ളക്കട സാധനമാണല്ലോ. അപ്പൊ സ്വർണ്ണമായിരിക്കും, ഉറപ്പാ. ഈ വിദേശത്തേക്ക് വിഷപ്പാമ്പുകളെ കയറ്റി വിടുന്നതും കള്ളക്കടത്ത് തന്നെ. വെറുതെ ഇരിക്കന്നെ മാധവേട്ടാ, ചുമ്മാ പേടിപ്പിക്കാതെ. മാധവേട്ടാ, നമുക്ക് ഇത്തവണ കൂടി ഒന്ന് പയറ്റ് നോക്കിയാലോ? നിനക്കെന്താ ഭ്രാന്ത് പിടിച്ച? കഴിഞ്ഞ തവണ നമ്മൾ രക്ഷപ്പെട്ടതേ ഭാഗ്യം കൊണ്ടാണെന്ന് കരുതിയാൽ മതി. അണ്ടർവേൾഡാണ് മോനെ, അണ്ടർവേൾഡ്. ഒന്ന് പിഴച്ച തല എപ്പോ പോയിന്ന് ചോദിച്ചാൽ മതി. പിന്നെയും പേടിപ്പിക്കല്ലേ മാധവേട്ടാ, ഇതൊക്കെ ചങ്കൂറ്റുള്ളവർക്ക് പറഞ്ഞ പണിയല്ലേ. നീ ധൈര്യം അറ്റൻഡേ. ഇത്തവണ കൂടി, ഇത് ലാസ്റ്റ്. കഴിഞ്ഞ തവണ മാധവേട്ടൻ തന്നെയല്ലേ പ്രോത്സാഹിപ്പിച്ചത്? അത് ശരി തന്നെ, സമ്മതിച്ചു. പക്ഷേ ആവശ്യത്തിനുള്ള പണം നമുക്ക് കിട്ടിയില്ലേ? അത്യാഗ്രഹ ആപത്താണ് മോനെ. വേണ്ട, മാധവേട്ടന് പേടിയാണെങ്കിൽ വരണ്ട. നീ വരണ്ട എന്റെ കൂടെ. ഞാൻ നിന്നെ കൊണ്ടുചെന്ന് വിടാം. പക്ഷെ മോർണിംഗിൽ ജോഗിങ് ഒക്കെ ഉള്ളത്. ജോഗിങ് പേടിയാണെന്ന് പറയടാ. പറഞ്ഞ വേണ്ട, ആരും വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം. പോയിട്ട് വരട്ടെ. അതൊക്കെ പിന്നെ പറയാം. ആദ്യം ഈ ബാഗ് എടുത്ത് ചേട്ടന്റെ വീട്ടിലേക്ക് വെക്ക്. നിങ്ങൾക്ക് ഭാര്യയും കുടുംബം ഒക്കെ ഉള്ളതല്ലേ, അപ്പൊ നിങ്ങൾ പിടിക്കാൻ പാടില്ല. തമ്മി തല്ലല്ലേ. ലോനപ്പഞ്ചന്റെ പച്ചക്കറിക്കടയിൽ പടവളങ്ങ പിടിക്കണ പോലെ. അതൊന്നുമല്ല, ഇതിനകത്ത് എന്തോ സോഫ്റ്റ് ആയ സാധനം. അതെ, തലോടരുതെന്നാ പറഞ്ഞത്. ഇത് വളരെ അപൂർവമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ്. ഉപയോഗിച്ച് കുടുങ്ങിയവരാണ് പലരും. പൊട്ടുന്ന വല്ലാണോ? നന്നായി പൊട്ടുന്നതാ. കുപ്പിയാണോ? അതെ, കുപ്പിയാ. നിങ്ങൾക്ക് തരാനായിട്ടേ വേലായുധേട്ടൻ ഒരു മിലിറ്ററി കുപ്പി ഉണ്ടെന്ന് വെച്ചിരിക്കണേ. നീയും കൂടെ ചെല്ലണോ? മറക്കല്ലേ. എന്റെ അമ്മ പറഞ്ഞു വിടാൻ പെടുന്നു. ലിനച്ചി, ഇതാ ശ്രീദേവി. വിശേഷങ്ങളൊക്കെ ഇനി നമുക്ക് നാളെ പറയാം. നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്, രാത്രി ഒരുപാട് വൈകി. അല്ല, ഞാൻ എന്താടാ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? ബൈ ബൈ. അവന്റെ ഒരു ബൈ. ചൂടായിരുന്നല്ലേ, കുളിച്ച് ഫ്രഷ് ആവാം. പ്രധാന വാർത്തകൾ. ആഭ്യന്തരമന്ത്രിയുടെ മകളെ തട്ടിക്കൊണ്ടുപോയി.
ആഭ്യന്തരമന്ത്രി ശ്രീ രാമചന്ദ്രന്റെ മകൾ ശ്രീദേവിയെ ഇന്നലെ രാത്രി മുതലാണ് കാണാതായത്. ആഭ്യന്തരമന്ത്രിക്കും കുടുംബത്തിനും നേരെ ഭീഷണി ഉണ്ടായിരുന്നതായി പോലീസ് അറിയിച്ചു. DGPയുടെ നേതൃത്വത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ചതിച്ചോ ദൈവം, എനിക്ക് വന്ന വർക്കാണല്ലോ ആ ദ്രോഹി തട്ടിക്കൊണ്ടുപോയത്. എന്റെ ഫോൺ, ഓ പരമദ്രോഹി. എന്റെ ഫോൺ അടിച്ചു മാറ്റിയവൻ തന്നെയായിരിക്കും ആ പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയത്. ബ്ലാക്ക്ബെറി മെസ്സഞ്ചറിലൂടെ നമുക്ക് വരുന്ന ഓപ്പറേഷനുകൾ ഇപ്പോ ആ തെണ്ടി ഏറ്റെടുക്കാനും തുടങ്ങി. മതി, ഇതവന്റെ അവസാനത്തെ കളിയാണ്. അവനെ നമ്മൾ പൊരുക്കും. അതേ ബ്ലാക്ക്ബെറി മെസ്സഞ്ചറിലൂടെ തന്നെ. അതെങ്ങനെയാ ബോസ്? വഴിയുണ്ട്. ഒരു ഓപ്പറേഷനിൽ കിട്ടാനുള്ള ക്യാഷ് റെഡിയാണെന്നും പറഞ്ഞ് നമ്മൾ ബ്ലാക്ക്ബെറി മെസ്സഞ്ചറിലേക്ക് ഒരു മെസ്സേജ് അയക്കും. അതനുസരിച്ച് അവൻ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തുന്നു, അവനെ കൈയോടെ പിടിക്കുന്നു, ഫോൺ പിടിച്ചു വാങ്ങുന്നു, അവനെ ചറപറ തല്ലുന്നു. അപ്പൊ അതിനകത്ത് തവള. തവളയോ? തവളയല്ല, പാമ്പ്. അല്ല, ഒരു കണക്കിന് പാമ്പ് തന്നെയാ, വേലിയും കിടക്കണ പാമ്പ്. അതെ അതെ, ആഭ്യന്തരമന്ത്രിയുടെ മോളാ. അതും കിഡ്നാപ്പ് കേസ്. തീയാണ് മോനെ, തീ. അറിയാതെയാണെങ്കിലും ആദ്യത്തെ ഓപ്പറേഷൻ വളരെ ലാവിഷായിരുന്നു. 5 സ്റ്റാർ ഹോട്ടലിൽ താമസം, മദ്യപാനം, കൈ നിറയെ കാശ്. ഇതല്ല, തട്ടിക്കൊണ്ടുപോകൽ, തടങ്കല്, പീഡനം. ഇത് വെറും തീയല്ല മോനെ, ഇടുത്തിയ. അതുകൊണ്ട് ആ പെണ്ണിനെ എവിടെ നിന്ന് കിട്ടിയോ അവിടെ ഉപേക്ഷിക്കുക. അതുപോലെ ആ മൊബൈൽ. ഒരു സൊല്യൂഷൻ പറയാൻ പറഞ്ഞപ്പോൾ മാധവേട്ടൻ ആളെ പേടിപ്പിക്കുക. എന്താ വേണ്ടെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. തൽക്കാലം നിങ്ങൾ ഇതറിഞ്ഞ കാര്യം ലീനേച്ചി അറിയണ്ട. അത് തന്നെ എനിക്കും പറയാനുള്ളത്. അവൾ ഇതറിഞ്ഞ കാര്യം കോളനിക്കാരറിയരുതെന്ന് അവളോട് പറഞ്ഞേര്. അവളെന്റെ ഭാര്യ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. ഒരു ഭാഗത്ത് പോലീസ്, മറുഭാഗത്ത് വൻ സംഘം, പിന്നെ ഫോണിന്റെ ഉടമയും. എല്ലാവർക്കും വേണ്ടത് ആഭ്യന്തരമന്ത്രിയുടെ മോളയാ. ഒപ്പം നമ്മളെ. തൽക്കാലം അവൾ ഇവിടെ തന്നെ നിൽക്കട്ടെ, സുരക്ഷിതമായ ഒരിടത്ത്. ഞാൻ അവളുടെ അച്ഛനെ നേരിട്ട് പോയി കാണാം, എന്നിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്താം. എന്തായാലും വെറുമൊരു പൊളിറ്റീഷ്യൻ അല്ലല്ലോ അദ്ദേഹം, ആഭ്യന്തരമന്ത്രി കൂടിയല്ലേ. വീണ്ടും മെസ്സേജോ? ബിഗ് ക്യാഷ് റെഡി, ഹോട്ടൽ ഡ്രീംസ് ഇന്റർനാഷണൽ, റൂം നമ്പർ 999. ബിഗ് ക്യാഷ്. മാധവേട്ട, കാശാണ്. നമുക്കൊന്നുകൂടി പയറ്റി നോക്കിയാലോ? വേണ്ട മോനെ, അത്യാവശ്യം ജീവിതം കോഞ്ഞാട്ടയാകാനുള്ള രണ്ടും നമുക്ക് കിട്ടിക്കഴിഞ്ഞു, പണവും പെണ്ണും. ആദ്യം വേലിക്കകത്തെ പ്രശ്നം തീരട്ടെ, അത് കഴിഞ്ഞിട്ടാവാം വയ്യാവേലി. കറക്റ്റ്. ഗുഡ് മോർണിംഗ് സർ. Good morning. I want a room number 999. Okay, sir. Ask me why? Why, sir? Because my lucky number is 9. You know, my Benz car number is 9999. 49. Okay, sir. Beautiful, like you. Thank you. Please, sir. താങ്ക് യു സർ. താങ്ക് യു, താങ്ക് യു. One black tea, please. ഇത്ര വേഗം ചായ റെഡിയായോ? ബ്ലാക്ക് ടീ എവിടെ? ബ്ലാക്ക്ബെറി ഇവിടെ. ബ്ലാക്ക് ടീ ആടോ ഞാനും ചോദിച്ചത്. ബ്ലാക്ക്ബെറിയാ ഞാൻ ചോദിക്കുന്നേ. എന്തായി കാണിക്കുന്നത്? അല്ല അതല്ല, ആരാ നിങ്ങള്? ഫോൺ എടുക്കണം. ആരാ നിങ്ങള്? ബ്ലാക്ക്ബെറി എടുക്കാൻ. ബ്ലാക്ക്ബെറി എടുക്കാൻ. ബ്ലാക്ക്ബെറി എടുക്കാൻ. നിന്നെ പറഞ്ഞത്. ബ്ലാക്ക്ബെറി എടുക്കാൻ. ഇരിക്കണ ഇരിപ്പ് കണ്ട. ആ വലയിലും അവൻ വീണില്ല. നമ്മളൊരുക്കിയ SMS കെണി അവൻ എങ്ങനെയോ മണത്തറിഞ്ഞു. ഇനി ആ വഴിയും രക്ഷയില്ല. ആ CCTV കണ്ട ആളുകളിൽ ആകെ 10 പേരെ ഇനി ബാക്കിയുള്ളൂ. അതിലൊരാളായിരിക്കും നമ്മുടെ ശത്രു, ഉറപ്പാ. സ്റ്റോപ്പ് സ്റ്റോപ്പ്, പോയി നോക്ക്. ഒരു കാര്യം ചെയ്യാം. പോയി നോക്ക്, ചെല്ല്. പോലീസാണോ? ഇയാളാ സെക്യൂരിറ്റി. അയ്യേ, കമോൺ. എന്താ കാര്യം? ഫ്ലാറ്റ് മെയിൻ്റനൻസിന്റെ പൈസ ഇതുവരെ കൊടുത്തിട്ടില്ല അല്ലേ? ഉടനെ അത് കൊടുക്കണം. പിന്നെ കഴിഞ്ഞ മാസത്തെ പാലിന്റെ പൈസ അതും കൊടുത്തിട്ടില്ല എന്നറിഞ്ഞു. കൊടുത്തിട്ടില്ലേ? 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 കൊടുത്തില്ലേ? കൊടുത്തിട്ടില്ല. ഇല്ല. സാറന്മാരെ നാറ്റിക്കരുത്. ഓ, ആ
ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. എന്താ? സാറിന്റെ തലക്ക് സുഖമില്ലേ? ഒരൊറ്റ കഷ്ണം പേപ്പർ പോലും പുറത്തേക്ക് പോയിട്ടില്ല. ലീനച്ചി ആഹാ, എന്താ ഇത്? അല്ല അവൾക്ക് പല്ല് തേക്കാനുള്ള ബ്രഷും പേസ്റ്റും ഷാമ്പുവാ. ഇത്രയും വലിയ കവറിലോ? നോക്കട്ടെ. ആ, ഇതൊരു കട തുടങ്ങാനും മാത്രം ഉള്ളതുണ്ടല്ലോ. അല്ല അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാ അവളുടെ ബ്രാൻഡ് എന്ന് അറിയില്ലല്ലോ, അതുകൊണ്ടാ. ഒരു വലിയ ബ്രാൻഡ് അംബാസിഡർ. ഇതൊക്കെ ഞാൻ കൊടുത്തോളാം. മോൻ ചെല്ല്. ആ, ചെക്കന്റെ കാര്യം. ചേച്ചി എന്താടാ? അല്ല ഞാനൊരു ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട്. ഗുഡ് മോർണിംഗ് ഒക്കെ ഞാൻ പറഞ്ഞോളാം. അതല്ല, ഞാൻ നേരിട്ട് എന്റെ സ്വന്തം ശബ്ദത്തിലേ. ഓ, സ്വന്തം ശബ്ദത്തിൽ പറയാൻ നീ ആരാടാ? യേശുദാസാ? ഒന്ന് പോടാ ചേക്കാ, നിന്ന് വട്ടം ചുറ്റാതെ പോടാ.